റമദാനൊക്കെ വരുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അത് ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. എന്തായാലും റമദാനിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കോഴിക്കുഞ്ഞി പോലെയാണോ അതോ പക്ഷിക്കുഞ്ഞി പോലെയാണോ അതോ ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ, എന്താന്ന് തോന്നിയെന്നിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ പഴമാണ് കേട്ടോ. അതൊരു ഇടപ്പോപ്പിലെടുക്കണേ. നല്ലോണം പൗത്തയാൽ പോയി ഇതാക്കാൻ പറ്റൂല, അങ്ങനെ കൈയൊക്കെ പറ്റി എന്തൊക്കെയോ ആയി. ഒരു ഇടപ്പോപ്പില്ലേ, ഓവർ പച്ചയല്ല, എന്നാൽ ഈ ഒരു ടൈപ്പ്. ഇതിപ്പോൾ നല്ല പഴമായിട്ട് എനിക്ക് കിട്ടീനി. സാധാരണ നാട്ടിലത്തെ പഴമൊന്നും കൂടെ അധികം അങ്ങനെ കറക്റ്റ് കിട്ടില്ല. നോക്കിയേ, തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് നെങ്ങി പോകുന്നുണ്ട്. ഇത് ഞാൻ ഇല്ല ഇങ്ങനെ കട്ടയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ മിക്സിയിൽ അടിച്ചിട്ടില്ല, ഞാനിങ്ങനെ ഉടച്ചെടുത്തിയാന്ന് കേട്ടോ. അത് ഉടച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടൊരു പണ്ടമുണ്ട് ഫില്ലിങ്സ്, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കിലോ പഴത്തിന് 3 മുട്ടയാണ് കേട്ടോ എടുത്തിന്. 3 മുട്ടക്ക് 6 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടില്ലേ, നമുക്കതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിലല്ലേ മുട്ടയെ ചേർക്കാതെ വെറും തേങ്ങ ചേർക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ മുട്ടയും തേങ്ങയും മിക്സാക്കി ചേർക്കുന്നവരുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെയാണ്. തേങ്ങ ചേർക്കാതെ വെറും മുട്ട ചേർക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കിതെങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നാലോ. ഇതെനിക്ക് നല്ല ടേസ്റ്റായി തോന്നിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് മെൽട്ടായി വരുമില്ലേ, ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന 2 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്ത കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സാധാ ഉള്ളി കഷ്ണം, ഒരു കാ കഷ്ണമൊക്കെ പറയട്ടെ, അതിങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉള്ളി നെയ്യിൽ ഫ്രൈ ചെയ്ത് വരുമില്ലേ, നല്ലൊരു മണമാണ്. അതിനില്ലേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പം തന്നെ ഇല്ലേ ഇനിയിലേക്കില്ലേ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ പീസാക്കി വാങ്ങിച്ചതാണ്, അതുകൊണ്ട് പണി എളുപ്പമായി, ഒന്നും ഇതില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റൈസൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനുള്ള പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾക്കിത് എത്രയാണെന്ന് വേണ്ടത്. ചിലപ്പം ക്യാഷ് കഴിക്കാത്തവരുണ്ടാവും, ചിലപ്പോൾ റൈസൻസ് കഴിക്കാത്തവരുണ്ടാവും. അവരൊക്കെ നോക്കിയിട്ടില്ലേ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലൊന്ന് റൈസൻസൊക്കെ ഒന്ന് പൊന്തി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ റൈസൻസൊക്കെ കുറച്ച് ചെറുതായി ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. നിർബന്ധമില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിതാ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നി. ഞാനിപ്പോൾ ഇതിലേക്കില്ലേ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതന്നെയില്ലേ കുറച്ച് ആ നെയ്യിൽ നല്ലോണം ഒന്ന് ഇങ്ങനെ വാട്ടിക്കൊടുക്കുക. ആ തേങ്ങൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ട് കുറച്ചൊന്ന് കളറൊക്കെ ചേഞ്ചായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കുക. ഇതാ നമ്മുടെ തേങ്ങ ഇപ്പോൾ ചെറുതായി കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയില്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ മുട്ടയും പഞ്ചസാരയും മിക്സ്, അതില്ലേ നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് കുറച്ച് തേങ്ങക്ക് സൈഡിലൊക്കെ മാറ്റിയിട്ട് നടുക്ക് തന്നെ നമുക്ക് ഈ മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്ത പാടില്ലേ, ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് അങ്ങനെ വെക്കണേ. അത് ഇളക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു പോലെ ആയിരിക്കും. ഇല്ലേ പതിയെ ഇങ്ങനെ നീക്കി കൊടുക്കുക കേട്ടോ. അപ്പം കണ്ടില്ലേ നീക്കുന്നത്ര ഇങ്ങനെ റെഡിയായി കൊണ്ടുവരും. 1 കിലോ പഴത്തിനില്ലേ എനിക്കിപ്പം മുട്ടൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും. ഞാനിപ്പോൾ 3 മുട്ടയാണ് കേട്ടോ എടുത്തിന്. പക്ഷെ എനിക്ക് കറക്റ്റ് ഫില്ലിംഗ് ആയിട്ടാണ് ഉണ്ടായത്. കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. മുട്ട മാത്രം ചേർക്കുന്നതല്ലല്ലോ, ഈ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങേൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിടാം, ഇല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതതിന് മുട്ട ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി കുറച്ച് സ്പീഡ് കൂട്ടിക്കോ. നമ്മളെ മുട്ടയെല്ലാം ആ വെള്ളമൊക്കെ പോയില്ലേ, ഇനി ഒന്ന് സ്പീഡ് കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കില്ലേ പഞ്ചസാര കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഈ ടൈം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട പഞ്ചസാര കുറച്ച് കുറവുണ്ടായി, എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതല്ലേ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഏലക്കായ് പൊടിയാണ് കേട്ടോ. കുറച്ചധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്കില്ലേ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ, അത് ഉപ്പിടുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട്. ഈ കട്ടൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം.
ഇത് നമ്മളെ കോഴിക്കുഞ്ഞാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോഴിക്കുഞ്ഞോ പക്ഷിക്കുഞ്ഞോ എന്തെങ്കിലും ആയിട്ട് ഇല്ലേ. ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലായി, ആ ചോന്ന സാധനം എന്ത് നിങ്ങൾ ഉദ്ദേശിച്ച ചെറിയില്ലേ, അതല്ല കേട്ടോ അത്. അത് മനസ്സിലായവരുണ്ടെങ്കിലല്ലേ, ചെറിയാണ് ശരിക്കും വെക്കണ്ട്, അതെനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഇനി ഇത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ബനാനയും പിന്നെ ആ ബാക്കിയ പണ്ടോ ഇല്ലേ, അതിങ്ങനെ സാധാ കായയുടെ ഒക്കെ ആക്കുമ്പം ആക്കല്ലേ, അതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഷേപ്പാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ണും വെച്ചുകൊടുക്കുക. ഷേപ്പ് കുറച്ചും കൂടി വൃത്തിക്കാക്കാന്ന് എനിക്ക് തോന്നിയിനി, പക്ഷെ എൻ്റെ സാഹചര്യം എന്നെ അനുവദിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുത്തതാണ് ഞാൻ. പിന്നെ ആ വായിൻ്റെ ഇട വെച്ച ചുവപ്പ് സാധനം എന്തെന്ന് മനസ്സിലായൊന്നും കമൻറ്റ് ഇടണേ. നമുക്കില്ലേ ഏതായാലും ഈ പക്ഷിക്കുഞ്ഞ് പോലെ ആക്കിയില്ലേ, കോഴിക്കുഞ്ഞ ഏതെങ്കിലും ആട്ടെ. നമുക്ക് ചെറിയ മുട്ട വേണ്ട. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാട മുട്ടയാണ് കേട്ടോ. ഇതാക്കാനായിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പിറ്റേന്നായിട്ട് എടുക്കുന്നത്. കാടമുട്ട ഇല്ലാത്തതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞിന് 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത്. അതാ വലിയൊരു വൃത്തി കാണാത്തത്. 2 ദിവസം ഫ്രിഡ്ജിലുണ്ടായിട്ട് കുട്ടികളൊക്കെ എടുത്ത് കൈയോടൊക്കെ ഒന്നും കൂടി ഉടച്ചിട്ടെല്ലാം ഉണ്ടായിട്ട് എങ്ങനെയല്ലോ ഷേപ്പാക്കി എടുത്തതാണ് വീണ്ടും. ഏതായാലും മുട്ടയൊക്കെ വെക്കുന്നില്ല, പിന്നെ ഒട്ടും കുറച്ചില്ല, കൂടും ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് നല്ല നേരെ സേമയായിട്ട് എടുത്തിന് ഞാൻ. അപ്പോൾ ശരിക്കും ആ കൂട് പോലെ തന്നെ ആയില്ലേ. ഈ നോമ്പ് വരുമ്പോഴേ എല്ലാവരും ഫ്രിഡ്ജിലും കാണുന്നത് അത് ഈ കായയുടെ. അപ്പോൾ ഇല്ലേ, ഈ കായയുടെ തിന്നാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ ഇതുപോലത്തെ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുത്ത് നോക്കിയേ, എന്തായാലും അവർ കഴിച്ചു. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് എയർ ഫെയറിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. ഫ്രൈ ചെയ്യാൻ പേടിയാണ്, അതിൻ്റെ കണ്ണും മൂക്കൊക്കെ പോയിനെങ്കിലും, മൂക്കല്ല കണ്ണും വായൊക്കെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് എയർ ഫെയറിലൊന്നും ചൂടാക്കി എടുത്തതേ ഇല്ലു. ഞാൻ ഇത്രയും ആക്കിയിട്ടു. ബാക്കി മൊത്തം കായയുടെ തന്നെയാണ് ആക്കിനി. അപ്പോൾ ഉണ്ടല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. എന്നാൽ ഓക്കെ.